ബീഹാർ വോട്ടിൽ ബി.ജെ.പി നേടിയ ജെ.ഡി.യു നേടിയ വൻ വിജയം, അതേസമയം മഹാഗഡ്ബന്ധൻ തകർന്നടിഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡോക്ടർ വർഗീസ് ജോർജ്. ശ്രീ വർഗീസ് ജോർജ്, മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് തേജസ്വി മുന്നിട്ട് നിന്നപ്പോഴും പല പ്രധാന ഇടങ്ങളിലും രാഹുൽ ഗാന്ധി എത്തി പ്രചാരണം നടത്തിയിരുന്നു. പക്ഷേ ആ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ ഔറംഗാബാദ്, ദർഭംഗ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ NDAയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മഹാഗഡ്ബന്ധന് ഒരു തിരിച്ചടിയായി മാറുകയാണോ? ഒരുപക്ഷെ പൂർണ്ണമായും RJD കുറച്ചുകൂടി ഒറ്റയ്ക്ക് എന്ന നിലയ്ക്ക് പോയിരുന്നെങ്കിൽ പോലും ഇതിലും മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നുവെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ഇല്ലില്ല, ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയില്ല. കാരണം കോൺഗ്രസിന് അവിടെ 7% to 9% വോട്ടുള്ള ഒരു സ്ഥലമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവരെ കൂടുതലായിട്ടും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയാൻ ഒരു കാരണവശാലും ശരിയല്ല. കാരണം കോൺഗ്രസിനേക്കാൾ മോശം പെർഫോമൻസാണ് RJD സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നയങ്ങളും പരിപാടികളും സംബന്ധിച്ചൊരു പുനരവലോകനം വേണം. 15 വർഷം ഞങ്ങളും അവിടെ ഭരിച്ചതാണ്. ലാൻഡ് റിഫോംസ് നടപ്പാക്കിയിട്ടില്ല. അവിടെ ലാൻഡ് റിഫോം നടപ്പാക്കണമെന്ന് ബന്ദോപാധ്യായ കമ്മീഷൻ പറഞ്ഞാണ്. അത് നിതീഷിൻ്റെ കാലത്ത് നടന്നിട്ടില്ല. നമ്മുടെ ഡീസൻറ്റ് ഹൗസിങ്, അന്തസ്സുള്ള വീടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ന്യൂട്രീഷൻ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് അനീമിക്ക് 3 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ 40% അണ്ടർ വെയ്റ്റാണ്. 35% സ്ത്രീകൾ അനീമിക്ക് പോഷകാഹാരക്കുറവിന് ഉളറി വെളുത്ത് വരികയാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അല്ല, അവിടെയാണ് നേരത്തെ ഗോകുമാർ സാർ പറഞ്ഞ ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളെ വച്ച് ബീഹാറിനെ താരതമ്യം ചെയ്തത് അത് വേറൊരു തലത്തിൽ തന്നെയാണ് ബീഹാർ നിന്നിരുന്നത്. അപ്പം അങ്ങ് ഈ പറഞ്ഞ കണക്കുകൾ അതിലും കുറച്ചെങ്കിലും ഒരു മെച്ചപ്പെടൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ജനവിധി ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ കണക്കുകൾ ഉണ്ടാകാം, പക്ഷേ അവിടെ മാറ്റം വരുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോഴും ജനമത് അംഗീകരിക്കുന്നില്ല. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കൂടി കുറ്റമാണെന്നാണ് ഞാൻ പറഞ്ഞത്. 15 വർഷം ഞങ്ങളും ഭരിച്ചതാണ്. ലാൻഡ് റിഫോം നടപ്പാക്കിയില്ല, ഭൂപരിഷ്കരണം നടപ്പാക്കിയില്ല. ഇവിടെ ശിവശങ്കരൻ സാർ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ അന്ത്യമല്ലായിരിക്കാം. പക്ഷേ ഭൂപരിഷ്കരണം നടപ്പാക്കണ്ടേ, അന്തസ്സുള്ള വീട് കൊടുക്കണ്ടേ, വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കൊടുക്കണ്ടേ. അപ്പോൾ അതൊരു കളക്റ്റീവ് ഫെയിലിയറായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ JDUവിനെയോ BJPയോ കുറ്റം പറഞ്ഞില്ല. ഞങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു റിവ്യൂ ആണ്. നമ്മളൊരു ചാനൽ ചർച്ചയിലും ഒരു അക്കാഡമിക് ഡിസ്കോഴ്സിലും പങ്കെടുക്കുമ്പം നമ്മൾ ക്രിട്ടിക്കലാവണം. എന്തുകൊണ്ടാണ് ഇത്രയും അപ്രതിഹിതമായ ആഘാതം ഉണ്ടായത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാണും. പ്രത്യേകിച്ച് വിമന്, ഇവിടെ നമ്മുടെ ഇന്നലത്തെ മാതൃഭൂമിയുടെ ചർച്ചയിലും അത് ഗോപാൽ സാറും ശിവശങ്കരും പറഞ്ഞാണ്. വിമന് പ്രത്യേകിച്ച് ഇവിടെ ഒരു മദ്യനിരോധനം കുറച്ചുകൂടെ ഈ 10,000 രൂപ കൊടുത്തതിനേക്കാളും ബൈസൈക്കിളിന് കൊടുത്തതിനേക്കാളും മദ്യനിരോധനമാണ് ഒരു പ്രധാനപ്പെട്ട ഘടകമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മദ്യനിരോധനത്തിലൂടെ വീടുകൾക്ക് ഒരു സാമ്പത്തിക ഭദ്രതയും സുരക്ഷിതത്വവും അവിടെ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ധാരാളം 28 ലക്ഷം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ പോയി വോട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ആരും കരുതിയില്ല ഇത്രയും പുരുഷന്മാരെ ധിക്കരിച്ചുകൊണ്ട് പുരുഷന്മാർ നടത്തുന്ന പൊളിറ്റിക്സിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് സ്ത്രീകൾ സ്വന്തമായിട്ടൊരു പൊളിറ്റിക്സ് സൃഷ്ടിക്കുമെന്ന് ഇന്നലെ രാത്രി വരെ നമ്മൾ ഈ ചർച്ചയിൽ കരുതിയിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാനിത് അംഗീകരിച്ചിരുന്നില്ല. ഗോപാൽ സാറും മറ്റും പറഞ്ഞപ്പോൾ, അതുപോലെ ശിവശങ്കരനും പറഞ്ഞപ്പോൾ സ്ത്രീകൾ പ്രത്യേക ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് വരുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്നത് അംഗീകരിച്ചേ പറ്റൂ, സത്യമാണ്. അതുകൊണ്ട് ഓരോ സോഷ്യൽ ഫാക്ടറും ഓരോ ക്ലാസ്സിനെ എടുത്ത് നോക്കുമ്പോൾ വലിയ പരാജയമാണ് ഉണ്ടായത്. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകൾ നിരാശപ്പെടാൻ പാടില്ല. ഈ ഒരു പരാജയത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും ഞാൻ മനോജ് മേനോനുമായിട്ട് സംസാരിക്കേണ്ടത്, അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല. മനോജ് മേനോൻ എന്നോട് പറഞ്ഞത്, കോൺഗ്രസ് മാതൃഭൂമിയുടെ മനോജ് മേനോൻ പറഞ്ഞത്, കോൺഗ്രസ് അവിടെ വലിയൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു സോഷ്യൽ ഫോഴ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഓർഗനൈസേഷൻ വളരെ വീക്കാണ്. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ഒരു ഓർഗനൈസേഷനെ ഒന്ന് ബലപ്പെടുത്തേണ്ട ഒരു ആവശ്യം വളരെ ശക്തമായിട്ടുണ്ട്.